ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ആക്യുഷുവർ ബ്രാൻഡിൻ്റെ ഒരു ഓട്ടോമാറ്റിക് ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മോണിറ്ററാണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡ് പ്രഷറൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. നമുക്ക് ഓരോ തവണയും ഹോസ്പിറ്റലിൽ പോയിട്ട് ചെക്ക് ചെയ്യുന്നതിന് പകരം നമുക്ക് ആവശ്യമുള്ളപ്പോൾ വീട്ടിലിരുന്ന് ഫ്രീ ആയിരുന്ന് ചെക്ക് ചെയ്യാം. 1500 രൂപയാണ് ഇതിന്. ആമസോണിൽ 1500 രൂപയ്ക്ക് താഴെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സ്പെസിഫിക്കേഷൻസ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, കപ്പ് സൈസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് എന്തൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് വിശദമായിട്ട് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ അതിനകത്തൊരു ക്യാരി ബാഗാണ്, നല്ലൊരു ക്യാരി ബാഗാണ്. ക്യാരി ബാഗിനകത്താണ് നമ്മുടെ ഈ എക്യുപ്മെൻറ്റ്സ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതാണ് ക്യാരി ബാഗ്, നല്ലൊരു ചെറിയൊരു ബാഗ്. നമുക്കിത് നമ്മുടെ സൂട്ട് കേസിലും അല്ലെങ്കിൽ ട്രോളി ബാഗിലൊക്കെ വെച്ച് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ചിലർക്കൊക്കെ ഇത് ഡെയിലിയൊക്കെ ചെക്ക് ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ടെങ്കിൽ അവർക്കിത് ക്യാരി ചെയ്യേണ്ടി വരും യാത്രകളിൽ. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ക്യാരി ബാഗ്, ചെറിയൊരു ബാഗ്. ഓക്കെ, അതിനകത്തെന്താ നമുക്ക് നോക്കാം. അതിനകത്ത് നമ്മുടെ മോണിറ്ററും അതിൻ്റെ കഫ് വിത്ത് പൈപ്പ് വരുന്നുണ്ട്. ഇതാണ് കഫ് വിത്ത് പൈപ്പ്, ഇത് മോണിറ്റർ. പിന്നെ പതിവ് പോലെ യൂസർ മാനുവൽ, ഇത് വാറണ്ടി കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. നമുക്ക് മോണിറ്ററും ഒന്ന് പരിശോധിക്കാം. ഇതാണ് നമ്മുടെ മോണിറ്റർ. അപ്പോൾ ഈ മോണിറ്റർ ഇങ്ങനെയാണ് വരുന്നത്. ഇതൊരു വലിയൊരു സ്ക്രീനാണ്. ഇതിനകത്ത് മെയിനായിട്ട് 4 റീഡിംഗ് ആണ് വരുന്നത്. സിസ്റ്റോളിക് റീഡിങ്ങും ഡയസ്റ്റോളിക്കും, പിന്നെ പൾസ് പെർ മിനിറ്റും, പിന്നെ നമ്മുടെ റേഞ്ച് ഏത് കാറ്റഗറിയിലാണ്, പെർമിസിബിൾ ആണോ അതോ ഡേഞ്ചർ എന്താണെന്നുള്ള ഒരു ഇത്. ഇതാണ് ആ കഫ് വിത്ത് പൈപ്പ് കണക്ട് ചെയ്യാനുള്ള ആ സ്ലോട്ട്. അതിനകത്തോട്ടാണ് പൈപ്പ് കണക്ട് ചെയ്ത് വെക്കേണ്ടത്. പിന്നെ ഇതിനകത്ത് ബാറ്ററി വെച്ചിട്ട് നമുക്ക് വർക്ക് ചെയ്യിക്കാം. 4 ബാറ്ററികളാണ് ഇടേണ്ടത്. അതല്ലെങ്കിൽ സി ടൈപ്പ് ചാർജിങ്ങും യൂസ് ചെയ്യാവുന്നതാണ്. ഇതാണ് സി ടൈപ്പ് ചാർജിങ് പോർട്ട്. നമുക്ക് മൊബൈലിൻ്റെയൊക്കെ ചാർജർ ഉപയോഗിക്കാം പവർ സോഴ്സായിട്ട്. ഇതാണ് കഫ് വിത്ത് പൈപ്പ്. നല്ലൊരു ക്വാളിറ്റി പൈപ്പാണിത്. ഈ ഒരു ഹെഡാണ് നമ്മുടെ മെഷീനിലോട്ട് കണക്ട് ചെയ്ത് വയ്ക്കേണ്ടത്. ഇത് കഫ് ഒരു സ്റ്റിക്കർ ടൈപ്പാണിത്. ഒരു സംഭവം നമ്മൾ നമ്മുടെ കൈയിൻ്റെ അകത്തോട്ട് ഇട്ട്, നമുക്കറിയാലോ, എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ചെയ്യണം. അങ്ങനെയാണത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നല്ല ക്വാളിറ്റി കഫാണ്, കീറിപ്പോകുന്നില്ല, പെട്ടെന്ന് കീറിപ്പോകുന്നില്ല. നല്ലൊരു മെറ്റീരിയലാണ്. അത്യാവശ്യം മൊത്തത്തിൽ ഈ മെറ്റീരിയലിൻ്റെ, ഈ മോണിറ്ററിൻ്റെ ആയാലും ഈ കഫിൻ്റെ ആയാലും ഒക്കെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ സൂപ്പറാണ്. നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് പതുക്കെ അതിനകത്തോട്ട് ആ സ്ലോട്ടിലോട്ട് കടത്തി വയ്ക്കുക. നല്ല ടൈറ്റായിട്ട് ഫുള്ളായിട്ട് തന്നെ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമുക്ക്, ഞാൻ എൻ്റെ പ്രഷറൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ ഇതെൻ്റെ കയ്യിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓക്കെ, എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ, ഹോസ്പിറ്റലുകളിലൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഇതുപോലെ ഞാൻ ബാറ്ററി ബാങ്കിൽ നിന്ന് ഒരു സി ടൈപ്പ് ചാർജർ എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി ഇതൊന്ന് പതുക്കെ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, വർക്ക് ചെയ്യുന്നുണ്ട്. റീഡിങ് നോർമലായിട്ട് ഇങ്ങനെ കയറി വരുന്നതാണ്.
ഒരു ലെവലിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ, പിന്നെ അത് ഇറങ്ങും. നമുക്ക് ഫൈനൽ റീഡിങ് എന്താണെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഓക്കെ, സിസ്റ്റോളിക് 115ഉം ഡയസ്റ്റോളിക് 80ഉം പൾസ് 83ഉം ആണ്. ഓക്കെ, അപ്പോൾ അത് പെർമിസിബിളാണ്, സേഫായിട്ടുള്ളൊരു സ്റ്റേജിലാണ്. അപ്പോൾ എൻ്റെ BP നോർമലാണ്, നോർമൽ സ്റ്റേജിലുള്ള റീഡിംഗ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിൻ്റെ മെമ്മറി. ഇത് നമുക്ക് മെമ്മറിയിലോട്ട് സ്റ്റോർ ആവും. നമുക്കൊരു 60 റീഡിങ് വരെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിജിറ്റൽ ബ്ലഡ് പ്രഷർ മോണിറ്ററിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. താങ്ക് യു.